ഇസ്രയേൽ സഹായധനം അനുവദിക്കുമെന്ന് ജൂലൈ 27 പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയിൽ പ്രവേശിച്ചത് 674 സഹായ ട്രക്കുകൾ മാത്രമാണ്. പ്രതിദിനം ശരാശരി 84 ട്രക്കുകൾ മാത്രമാണ് പ്രവേശിക്കുന്നത്. ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ഇത് ദിവസേന ആവശ്യമായ സഹായത്തിന്റെ 14% മാത്രമാണ്. UN വാഹനവ്യൂഹങ്ങളെ അയക്കുന്നത് എളുപ്പമാക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ആഴ്ച ഗാസയിലെ ചില പ്രദേശങ്ങളിലെ സൈനിക പ്രവർത്തനങ്ങളിൽ ഇസ്രയേൽ സൈന്യം പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും മിക്ക പ്രദേശങ്ങളിലും ആക്രമണങ്ങളും കൊലപാതകങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ട്രിപ്പിലുടനീളം പട്ടിണി പടർന്നതോടെ മെലിഞ്ഞ കുട്ടികളുടെ ചിത്രങ്ങളും വിശപ്പുമായി ബന്ധപ്പെട്ട മരണങ്ങളെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന റിപ്പോർട്ടുകളും ഇസ്രയേലിനെ ഗാസയിലേക്ക് കൂടുതൽ സഹായം നൽകാൻ നിർബന്ധിതരാക്കി. ജൂലൈ 27 മുതൽ ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ പ്രവേശിച്ചതിന്റെ സ്ഥിതിവിവരക്കണക്കുകൾ തിങ്കളാഴ്ച GGMO പ്രസിദ്ധീകരിച്ചിരുന്നു. ജൂലൈ 27 73 ട്രക്കുകളാണ് എത്തിയത്. ജൂലൈ 28 87 ട്രക്കുകൾ, ജൂലൈ 29 109 ട്രക്കുകൾ, ജൂലൈ 30 112 ട്രക്കുകൾ, ജൂലൈ 31 104 ട്രക്കുകൾ. ഓഗസ്റ്റ് 1 എത്തിയപ്പോൾ അത് 73 ട്രക്കുകൾ, ഓഗസ്റ്റ് 2 36 ട്രക്കുകൾ, ഓഗസ്റ്റ് 3 80 ട്രക്കുകൾ. അതായത് 8 ദിവസത്തിനുള്ളിൽ ഗാസയിൽ പ്രവേശിച്ചത് 674 സഹായ ട്രക്കുകൾ മാത്രമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിൽ ഏറ്റവും കുറഞ്ഞ മാനുഷിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായത് 4800 ട്രക്കുകളാണ്. ആവശ്യങ്ങളുടെ വെറും 14% മാത്രമാണ് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യം, പൊതുസേവനം, ഭക്ഷ്യമേഖലകൾ എന്നിവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഗാസയ്ക്ക് പ്രതിദിനം കുറഞ്ഞത് 600 സഹായ ഇന്ധന ട്രക്കുകളെങ്കിലും ആവശ്യമാണെന്നും ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രയേൽ 22,000-ലധികം മാനുഷിക സഹായ ട്രക്കുകൾ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് മനഃപൂർവ്വം തടയുകയാണെന്നും ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പേശി ബലഹീനതയോ പക്ഷാഘാതമോ കാരണമുണ്ടാകുന്ന അപൂർവ നാഡീരോഗമായ ഗില്ലൻ-ബാരെ സിൻഡ്രോം മൂലം കുട്ടികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 മാസമായി ഇസ്രയേൽ ഗാസയിലേക്ക് മരുന്നുൾപ്പെടെയുള്ള സഹായങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്ത്രാലയം പറയുന്നതനുസരിച്ച് മരണപ്പെട്ടവരിൽ 2 പേർ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു. ഉപരോധം കാരണം ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ ലഭ്യമല്ലാതായതിനെ തുടർന്നാണ് മരണമുണ്ടായത്. അണുബാധയിലും പോഷകാഹാരക്കുറവിലും കുത്തനെയുള്ള വർധനവ് ഉണ്ടാകുമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ചും കുട്ടികളിൽ. ഗാസയിലെ ആരോഗ്യ പരിസ്ഥിതി സംവിധാനങ്ങളുടെ തകർച്ച പലസ്തീനികൾക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുമെന്ന് ഉദ്യോഗസ്ഥർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. അത്യാവശ്യ മരുന്നുകളും ചികിത്സകളും അടിയന്തരമായി വിതരണം ചെയ്യാൻ മന്ത്രാലയം അന്താരാഷ്ട്ര മാനുഷിക സംഘടനകളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗാസയിൽ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അത്യാവശ്യമായ മരുന്നുകളുടെയും ശുദ്ധജലത്തിന്റെയും അഭാവം മൂലം സാധാരണക്കാർ മരിച്ചു വീഴുകയാണെന്നും ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയിലേക്കുള്ള ഇന്ധന പ്രവേശനം ഇസ്രയേൽ ഉപരോധിച്ചത് പ്രദേശത്തെ ഉപ്പുവെള്ള നിർമ്മാർജ്ജന പ്ലാന്റുകളെയും ജലസംവിധാനത്തെയും സ്തംഭിപ്പിച്ചിരുന്നു. 5 മാസത്തിനിടെ ആദ്യമായി 107 ടൺ ഇന്ധനവുമായി 2 ട്രക്കുകൾ ഗാസയിൽ പ്രവേശിച്ചു. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഇന്ധനക്ഷാമത്തെയും പടരുന്ന ക്ഷാമഭീതിയെയും കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇസ്രയേൽ നൽകിയ ഇളവിൽ ട്രക്കുകൾ ഗാസയിലേക്ക് കടന്നത്. ഈജിപ്തിൽ നിന്നാണ് ഇസ്രയേൽ നിയന്ത്രിത അബു സലേം ക്രോസിംഗ് വഴി 2 ട്രക്കുകൾ ഗാസയിലേക്ക് എത്തിയത്. ആശുപത്രികൾ, ബേക്കറികൾ, പൊതു അടുക്കളകൾ എന്നിവയെ സഹായിക്കുന്നതിനായി UN-ന്റെ 4 ഇന്ധന ടാങ്കറുകൾ കൂടി ഈ ആഴ്ച അവസാനം എത്തിയേക്കും. എന്നാൽ ചികിത്സയും പോഷകാഹാരവും ലഭിക്കാതെ ഒട്ടേറെ പേർ മരിക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രതിദിനം 600 ട്രക്ക് ഇന്ധനം ആവശ്യമാണെന്നാണ് ഗാസയിലെ അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.